ചൂരൽമലയിലെ ഉമ്മേച്ചി എന്നും ഭക്ഷണം കൊടുക്കുന്ന ഒരു നായക്കുട്ടിയുണ്ട്. അവര് ഈ ഭൂമിയിൽ അപകടം നടന്നതിൽ പിന്നെ ആദ്യമായിട്ട് മടങ്ങിയെത്താണ്. അവർ മടങ്ങിയെത്തിയപ്പോ അവരെ തേടി ഒരാള് ഓടി എത്തിയിട്ടുണ്ട്. ചേച്ചി വളർത്തുന്ന നായയാണ്. ഞങ്ങളെ ലിയോ ആണ്. ഇന്ന് ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ വന്നിട്ടില്ലായിരുന്നു ക്യാമ്പിന്ന്. ഞാൻ ഇന്നിപ്പോ വന്നതാണ്. ടൗണിൽ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയല്ലേ. അപ്പൊ ഞാൻ അന്ന് കാണാന്ന് നോക്കാറിട്ട് വന്നാണ്. ഒന്നും അറിയില്ല. ഒരു പശു ഇപ്പൊ പ്രസവിച്ചു പറഞ്ഞു മിഞ്ഞാന്ന്. ആ കുട്ടീനെ ഇപ്പൊ ഇന്നലെ ഇന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വരികയാണ്. ഫാമായിട്ട് നടത്തുന്നതാണ് അവിടെ. അട്ടമലയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാത്തിൽ കൂടെ തന്നെ മിലിറ്ററിക്കാരെടുത്ത് അപ്പുറം കടത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. എന്താ ഇവിടെ ആകുമ്പോ മനുഷ്യന്മാരുണ്ടല്ലോ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ, ഇട്ടിട്ട് പോരാൻ പറ്റും. നമ്മൾ വളർത്തുന്നതല്ലേ. പശുക്കൾ തന്നെ വല്ല പുല്ലെങ്കിലും നിന്നുവനെന്താട്ടാ ഞങ്ങൾ ഒപ്പം കൊണ്ടുവന്നു. ഉമേച്ചിയെ പോലെ ഒരുപാട് പേരെ തേടി ഇവിടെ മിണ്ടാപ്രാണികളും ഉണ്ട്. ഉമേച്ചിയുടെ ഒരു ലിയോ കുട്ടനാണ് ഇന്ന് ഉമ്മയെ തേടി ഓടിയെത്തിയത്. അവര് ഈ ദുരന്ത ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് ഇതാദ്യമായാണ്. വീട്ടില് ദുരന്തം നടന്നതിൽ പിന്നെ തന്നെ ഈ പട്ടിക്കുട്ടിയെ അവര് പുറത്തേക്ക് എത്തിച്ച് സുരക്ഷിതമാക്കിയിരുന്നു. അവന് ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം അവർ ഒരുക്കിയിരുന്നു. അതിൽ പിന്നെ അവർ ക്യാമ്പിലേക്ക് മാറി. എന്നിട്ട് ഇന്നാണ് മടങ്ങിയെത്തുന്നത്. അവർക്ക് ഫാം നടത്തിയിരുന്ന സ്ത്രീയാണ്. അവരുടെ ഫാമിലെ പശുക്കളെയും ഒക്കെ തേടി അവർക്ക് അട്ടമലയിലേക്ക് പോകേണ്ടതുണ്ട്. ഇതുപോലെ ഒരുപാട് മിണ്ടാപ്രാണികൾ അവരുടെ ഉടമസ്ഥരെ തേടിയും ഇവിടെ ഇരിപ്പുണ്ട്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. ഈ ലിയോയുടെയും ഉമേച്ചിയുടെയും ഒക്കെ സന്തോഷം കാണുമ്പോൾ തന്നെ ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും.